ഇന്ന് നമുക്ക് കൊല്ലം ബീച്ചിലോട്ടൊന്ന് പോയാലോ? എല്ലാവരും മഴയായിട്ട് വീട്ടിലാണോ? ഇതിൽ നമ്മൾ കൊല്ലം ബീച്ചിലോട്ടൊന്ന് പോവുകയാണ്. നമ്മളെവിടെ പോയിട്ടും മഴ കാരണം നിയന്ത്രണങ്ങളാണ്. അതുകൊണ്ട് കൊല്ലം ബീച്ചിലോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. അവിടെ എന്താണ് അവസ്ഥയെന്ന്. റോഡൊക്കെ കണ്ടിട്ട് ഫുള്ള് കാലിയാണ്, ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സാധാരണ ഈ സമയത്തൊക്കെ നല്ല ആൾ കാണേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം വൈകിട്ട് 6 മണിയായി, എന്നിട്ട് ആളും തിരക്കൊന്നും ഇല്ല. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഇവിടെ ഈ സമയത്ത് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കാണുന്നതല്ല. ഇവിടെ ഇപ്പോൾ ഫുള്ള് കാലിയാണ്, പ്രത്യേകിച്ച് വൈകിട്ട് സമയത്ത്. എന്തായാലും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബീച്ച് തന്നെ ഏതാണ്ട് ഫുള്ള് കാലിയാണ്, ഒട്ടും ആൾക്കാരൊന്നും ഇല്ല. എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബീച്ചൊന്ന് കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ ബീച്ചിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആളും തിരക്കും തന്നെയാണ്. കച്ചവടക്കാരും കുട്ടികളും ആളും പട്ടം പറപ്പിക്കുന്നതും ഇതൊക്കെ കാണാനാണ് യഥാർത്ഥത്തിൽ ഒരു ഭംഗി. നമ്മൾ കടൽ മാത്രമല്ല, ഇതെല്ലാം കൂടി ചേർന്നാലേ ഇതിൻ്റെ ഒരു ഭംഗിയേ ഉള്ളൂ. എന്തായാലും ഇവിടെ വരെ നമ്മൾ വന്നതല്ലേ, ആളൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും കടൽ കലിതുള്ളി നിൽക്കുകയാണ്. ശക്തമായ തിരമാലയാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോകാം. അവിടെ ആൾക്കാരെ കാലിൽ നനയ്ക്കാൻ പോലും ലൈഫ് ഗാർഡ് വിടുന്നില്ല. കാരണം തിര വളരെ ശക്തമാണ്, കാലാവസ്ഥയൊക്കെ ഇപ്പോൾ ഇച്ചിരി പ്രതികൂലമാണ്. അതുകൊണ്ട് നമുക്ക് ദൂരത്തു നിന്ന് തന്നെ ഇതിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാം. ശക്തമായ തിര കാരണം കര ഒരുപാട് ഇടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപകട ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കടലിൽ ഇപ്പോൾ ഇറങ്ങാതിരിക്കുന്നതാണ് വളരെ നല്ലത്. അതുകൊണ്ട് നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. തിര കാരണം കുറേ മരങ്ങളും ശിഖരങ്ങളും എല്ലാം കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ട്. ഒരു ചായയോ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഒരു കച്ചവടക്കാർ പോലും ഇവിടെ ഇല്ല.
കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുങ്ങിമരണം നടന്നിട്ടുള്ള ഒരു ബീച്ചാണ് കൊല്ലം ബീച്ച്. അതിൻ്റെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോൾ കൊല്ലം ബീച്ച് വന്നാലും കുറച്ച് ദൂരം വിട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു ബീച്ചും കൂടിയാണ് കൊല്ലം ബീച്ച്. ഇനി നമ്മുടെ കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ആണോ ഇല്ലയെന്ന് നോക്കാം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ 1-2 കച്ചവടക്കാരുണ്ട്. ഇവിടെ കടല വിൽപ്പനയുണ്ട്. പിന്നെ അപ്പുറത്ത് അച്ചാർ വിൽപ്പനയുണ്ട്, അച്ചാറും വെള്ളവും. പിന്നെ കുട്ടികളുടെ പാർക്കും ഇപ്പോൾ അടവാണ്, അതും ഓപ്പൺ അല്ല. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ 1 മാസം 1.5 മാസത്തേക്ക് ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ആ യഥാർത്ഥ ബീച്ചിൻ്റെ ഒന്ന് എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടൊരു 1.5 മാസം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്. മഴ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം ഇപ്പോൾ വരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക്. ഓക്കെ, താങ്ക് യു.